എല്ലാവർക്കും നമസ്കാരം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സംഭവം കാണുവാനായിട്ട് പറ്റും. അവിടെ രണ്ട് പട്ടണങ്ങൾ, സൊദോം ഗൊമോറ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചു എന്ന് നമ്മൾക്കവിടെ കാണാം. എന്ന് വെച്ചാൽ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതിനെ നശിപ്പിക്കുവാനുണ്ടായ കാരണം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലേ? അതിനെ നശിപ്പിക്കുവാനുണ്ടായ കാരണം ആ രണ്ട് പട്ടണത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയൊരു തിന്മയായിരുന്നു. അതെന്തായിരുന്നു ആ തിന്മ? ആ തിന്മ എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആണും ആണും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം, അതായിരുന്നു അവിടുത്തെ പാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ദൈവം നേരിട്ട് ആ സംഭവം അറിഞ്ഞതാണ് അവിടെ, അല്ലേ? എന്ന് വെച്ചാൽ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ലോത്തിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ചെന്ന സമയത്ത് ദൈവത്തിൻ്റെ രണ്ട് ദൂതന്മാർ അവിടെ ഇറങ്ങി, അല്ലേ? അവിടെ ഇറങ്ങിയപ്പോൾ ലോത്തിൻ്റെ വീട്ടിൽ അവർ താമസമാക്കി. താമസിക്കുവാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ പട്ടണക്കാർ മുഴുവൻ ആബാല വൃന്ദം വന്നു എന്നാ പറഞ്ഞു. അത്രയും ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് അവരെ ഞങ്ങളോട് കൂടെ പറഞ്ഞയക്കുക, ഞങ്ങളവരെ ഭോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ദൈവം എന്ത് സംഭവിച്ചത്? അവിടെ ആ രണ്ട് പട്ടണത്തെ ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ലോത്തിൻ്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരത്തെ ഉപ്പ് തൂണായിപ്പോയി. എന്നാൽ ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയെന്ന് നമ്മൾക്കവിടെ കാണാം. അതിനുശേഷം ആ പട്ടണത്തെ മുഴുവൻ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ഒരാൾ പോലുമില്ലാതെ ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകുവാനുണ്ടായ കാരണം? ദൈവം ഒരു ക്ഷമയും കൊടുക്കാതെ ആ പട്ടണത്തെ നശിപ്പിച്ചതിൻ്റെ പാപം എന്തായിരുന്നു? ആ പാപം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദൈവം പോലും വെറുക്കുന്ന വലിയൊരു തിന്മയാണ് അവിടെ നടന്നത്. എന്ന് വെച്ചാൽ ആണും ആണും തമ്മിൽ അവലക്ഷണമായി പെരുമാറുക, അല്ലേ? അപ്പോൾ അങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? അവിടെ ആ പട്ടണത്തിൻ്റെ മുഴുവൻ നാശം അവിടെ കാണുവാനായിട്ടിടയായി. ദൈവം അവർക്കൊരു ചാൻസ് പോലും കൊടുത്തില്ല എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓർക്കുക, ഇന്ന് പല കുടുംബങ്ങളിലേക്കും ഈ ഒരു തിന്മ കടന്നുകൂടിയിട്ടുണ്ട്. പല കുടുംബങ്ങളിലേക്കും തലമുറകളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ കുടുംബനാഥനിലൂടെയൊക്കെ ഈ ഒരു തിന്മ പല കുടുംബങ്ങളിലേക്കും ഇന്ന് ഞൊഴഞ്ഞു കയറിയിട്ടുണ്ട്. കാരണം എന്താണ്? ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലമാകുമ്പോൾ പിശാച് അലറുന്ന സിംഹം പോലെ എങ്ങനെയെങ്കിലും തെറ്റിച്ചു കളയുവാൻ, സമൂഹത്തെ തെറ്റിച്ചു കളയുവാൻ, ജനത്തെ തെറ്റിച്ചു കളയുവാൻ വേണ്ടിയിട്ട് പിശാച് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ഉഴറി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു തിന്മയിലോട്ടൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ വ്യക്തിക്കും അതിനകത്തുനിന്ന് കരകയറുവാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താണ്? ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തിൽ അവരുടെ മേൽ ജ്വലിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അറിയാവുന്ന പിശാച് എന്താണ്? ആ ഒരു വലിയ തിന്മയിലേക്ക് ഇന്ന് സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. നമ്മൾക്കറിയാം എത്ര പേർക്കല്ല ഇന്ന് ശിക്ഷ കിട്ടിയേക്കുന്നത്. വലിയ കളവനായിട്ടുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെയൊക്കെ, സ്വന്തം മക്കളുടെ പ്രായമുള്ളവരെ പോലും ഇന്ന് എന്താ പറയുക, ഇതുപോലത്തെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ എത്ര ശിക്ഷകൾ അനുഭവിച്ചിരിക്കുന്നു, എത്ര പേരെ പിടിച്ചിരിക്കുന്നു, അതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. പണ്ടൊക്കെ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്നാൽ അന്ന് സമൂഹ മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, അന്ന് ഇല്ലാത്തത് കൊണ്ടല്ല, സമൂഹ മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പലതും വെളിയിലോട്ട് വന്നില്ല. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളും ജനത്തിന് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ബോധവും വന്നതുകൊണ്ട് ഇന്ന് പല കഥകളും പുറത്തോട്ട് വരികയാണ്. ഇനി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഒരു തിന്മ കൂടുതലായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നശിപ്പിച്ച് കളയുവാൻ പിശാച് കൂടുതൽ ഈ ഒരു തിന്മയിലേക്ക് ജനത്തെ ആകർഷിച്ച് കളയുവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പിശാച് ഓടി നടക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓർക്കുക, ഒരു കുടുംബനാഥൻ ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് പിന്നെ സ്വന്തം ഭാര്യയോടോ സ്വന്തം കുഞ്ഞുങ്ങളോടോ പോലും യാതൊരു സ്നേഹവും ഉണ്ടാകത്തില്ല. അവരോട് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഉണ്ടാകത്തില്ല. കാരണം അത്രയും വലിയൊരു തിന്മയാണിത്. ഈ തിന്മയിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ അവർക്ക് ഒരു കാരണവശാലും നടക്കത്തില്ല, അവർക്കതിന് കഴിയത്തില്ല. കാരണം ഇവർ ഈ ഒരു തിന്മയ്ക്കകത്തോട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം പോലും ഇവരെ കൈവിട്ടു എന്ന് തന്നെയാണ് അതിനകത്തെ വാസ്തവമായ കാര്യം. കാരണം ദൈവത്തിൻ്റെ വചനം എടുത്തു നോക്കിയാൽ എന്താണ്? മരണകാരണമായ പാപമുണ്ട്, മരണകാരണമല്ലാത്ത പാപങ്ങളുമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ചിലർ പഠിപ്പിക്കും ചെറിയ പാപവും വലിയ പാപവും ഒന്നുമില്ല എന്ന്. ഉണ്ട്, രണ്ട് പാപങ്ങളുടെ കണക്കുകളുമുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകം, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ ലേഖനം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് മിക്ക കുടുംബ ബന്ധങ്ങളും തകരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. എന്നുവെച്ചാൽ എല്ലാ കുടുംബങ്ങളിലും എന്നല്ല, ഇന്ന് പലരും പുറത്തോട്ട് പറയാതെ ഈ ഒരു തിന്മ ഇന്ന് കുടുംബങ്ങളിൽ കുടിയിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്.
കാരണം ഇങ്ങനെ ഒരു തിന്മ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വ്യക്തിയോട് മാത്രം അറ്റാച്ച്മെൻറ്റ് വരികയും ഇവർക്ക് പിന്നെ ഭാര്യയും കുഞ്ഞുങ്ങളോടും യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇവർ മാറുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഒരു മനുഷ്യനിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം നമ്മളിൽ നടക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് പരിപൂർണമായിട്ട് വിട്ടുമാറിക്കഴിഞ്ഞ് നമ്മുടെ മനസാക്ഷി കല്ലിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് പിന്നെ ഒന്നും അല്ലേ, ബന്ധങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തിയും ഇല്ലാതാകും. പിന്നെ ഒന്നും നമ്മളുടെ ഉള്ളിലോട്ട് കടക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾ വിചാരിക്കും സാധാരണ ആൾക്കാരിലാണ്. അല്ലല്ലല്ലല്ല. ഇന്ന് അച്ഛന്മാരുടെ ഇടയിലുണ്ട്, പാസ്റ്റർമാരുടെ ഇടയിലുണ്ട്, പൂജാരിമാരുടെ ഇടയിലുണ്ട്, ഉസ്താദുമാരുടെ ഇടയിലുണ്ട്. ഇങ്ങനെ പലരുടെ ഇടയിലും ഇനി ഈ ഒരു തിന്മ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഇനി അടുത്തത്, പെണ്ണുങ്ങളും പുറകോട്ടൊന്നുമല്ല. പെണ്ണുങ്ങളുടെ ചരിത്രങ്ങൾ എത്ര കേട്ടിരിക്കുന്നു അല്ലേ? കുഞ്ഞാൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അതുകൂടാതെ എന്താണ്, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടു തമിഴ്നാട്ടിലും അല്ലേ, ഒരു കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ വേറെ ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിന് പോയിട്ട് ആ ഒരു കുഞ്ഞുങ്ങളെ വരെ കൊലപ്പെടുത്തിയ ചരിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പോക്ക് ഒരു വല്ലാത്ത കാലഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മളുടെ കഴിവ് കൊണ്ടോ നിയമ സംവിധാനങ്ങളെ കൊണ്ടോ പോലും ഇതിനെയൊന്നും ജയിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ഒരു തിന്മ എൻ്റെ കുടുംബത്തിലോട്ട് വന്ന് ഭവിക്കരുത്, ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ ഈ തിന്മയിൽ ചെന്ന് ചാടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് നമ്മളൊക്കെ വിചാരിക്കും, അയ്യോ ഒരിക്കലും ഇച്ചേച്ചി നമ്മൾ ഒരിക്കലും അതിനകത്ത് പോകത്തില്ല. പക്ഷേ പിശാച് ഒരു വ്യക്തിയെ കരത്തിലെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏതൊക്കെ രീതിയിൽ മാറിപ്പോകുമെന്നും നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം എന്താണ്? പ്രാർത്ഥന ഇല്ലാതാക്കി കളയും പിശാച്. പ്രാർത്ഥന ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവന് എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ വേറൊന്നും ഇതിനകത്ത് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ ഒരു തിന്മ കുടുംബത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഏകദേശം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമ്പോൾ ഒരു വക നിർവികാരത, കുടുംബത്തോടൊരു നിർവികാരത, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് പോലും ഒരു നിർവികാരത ഇവരിൽ നമ്മൾക്ക് പ്രകടമാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? ഇവർ ഈ ഒരു തിന്മയ്ക്കകത്ത് അകപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇനി ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഉടനെ ഇല്ലാത്ത വിഷയം കുത്തിപ്പൊക്കി ഇറക്കരുത്. ഞാൻ പറഞ്ഞത് ഈ ഒരു തിന്മ പല കുടുംബങ്ങളിലും കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മളതിന് ജാഗ്രത പുലർത്തണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ വഴക്കുകളുടെ പിന്നിലും ഇതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ഇവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ ആയിത്തീരും എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണല്ലോ രണ്ട് പെണ്ണുങ്ങളിൽ ഒരുത്തി എന്താണ്, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാനായിട്ടിടയായി. അങ്ങനെ എത്ര സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഓർക്ക് ഇനി ചിലർ പറയുന്നത് ഹോർമോണിൻ്റെ വ്യത്യാസമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ എന്ത് ഹോർമോൺ ചേഞ്ചസ് ആണ്? ഒന്നുമല്ല, ഹോർമോണിൻ്റെ ഒന്നും അല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു തിന്മയാണ്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തി മാത്രമാണ്. ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങളൊന്ന് നോക്കിക്കോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ആ പൈശാചിക ശക്തി വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഇതിനകത്തുനിന്ന് സുബോധത്തിലേക്ക് ഇവർ തിരിച്ചു വരും. ഈ ഒരു തിന്മ ഇവരെ വിട്ടുപോകും. ഇവർക്ക് തന്നെ ആ ഒരു തിന്മയോട് വെറുപ്പ് തോന്നുന്ന സിറ്റുവേഷനിലേക്ക് ഇവർ മാറുകയും ചെയ്യും. അതുകൊണ്ട് ഓർക്ക് ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നതും ഒരു പൈശാചിക മണ്ഡലമാണ്, അല്ലാതെ ഹോർമോണിൻ്റെ ചേഞ്ചസും തേങ്ങയൊന്നും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ ജാഗരൂകരായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലും എന്നും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടല്ലേ. വലിയ കുട്ടികൾ ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുടെ ഇടയിലൊക്കെ ഇന്നിത് ഇങ്ങനത്തെ തിന്മകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഇവർ ഇങ്ങനത്തെ ഒരു തിന്മയ്ക്കകത്ത് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവർക്ക് പുറത്തു വരുവാനായിട്ട് കഴിയത്തില്ല. ഇനി ചിലരുടെയൊക്കെ വല്ലാത്ത സ്ത്രീ വിരോധം, ചില പ്രസംഗകരുടെയൊക്കെ വല്ലാത്ത സ്ത്രീ വിരോധം എന്ന് വെച്ചാൽ ചില പ്രസംഗകരെ എടുത്തു നോക്കിയാൽ അവരുടെ സ്ത്രീ വിരോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളുടെയൊക്കെ നമ്മളൊന്നും കൂടി സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഒരു വല്ലാത്ത എതിർ ചേരിയിലുള്ള അല്ലെങ്കിൽ എതിർ ലിംഗത്തിലുള്ളവരോടും ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു തിന്മയ്ക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു തിന്മയ്ക്കകത്തേക്ക് തലമുറകളോ ആരും അകപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു തിന്മ വേറെ എന്ത് നമ്മൾക്ക് സഹിക്കാം, ഈ ഒരു തിന്മ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിനകത്തോട്ട് അത് കയറരുത്, ഞങ്ങളുടെ തലമുറകളിലേക്ക് കയറരുത്, ഞങ്ങളുടെ ജീവിത പങ്കാളികളിലേക്ക്, ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഒന്നും ഈ തിന്മ
കടന്നു വരരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. കാരണം പിശാച് അതുപോലെ കുടുംബങ്ങളെ തകർക്കുവാൻ, വ്യക്തികളെ തകർക്കുവാൻ, തലമുറകളെ തകർക്കുവാൻ അവൻ എടുത്തിരിക്കുന്ന ഒരു തന്ത്രമാണ് ഇതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.